ഹലോ എവ്രിവൺ. ഐ എം ആയിഷ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ എവിടെയാണ് എത്തിയത്? അതെ, നമ്മൾ മൈക്രോബിയൽ കണ്ടാമിനേഷൻ ആണ് ഇതുവരെ പറഞ്ഞു നിർത്തിയത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് ഏതാണ്? കെമിക്കൽ കണ്ടാമിനേഷനും ഫിസിക്കൽ കണ്ടാമിനേഷനെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതാവുമ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ പാട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് പഠിക്കാം. എന്താണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കണ്ടാമിനേഷൻ എന്താന്ന്? ഞാൻ ആദ്യം ഈ ടെൻഷൻ എന്നാണ് ഒഴിവാക്കാം. ഒരു തമാശ രൂപേണ പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നമ്മൾ ചായ കുടിക്കുമ്പോൾ, നമ്മളെല്ലാരും ചായ കുടിക്കുന്നവരല്ലേ? ആ, അപ്പൊ ചായ കുടിക്കുമ്പോൾ അതേ പഞ്ചസാരക്ക് പകരം ഉപ്പ് വീണാല് നമ്മളത് സഹിക്കൂലേ? ആ, കുറച്ചൊക്കെ ഒന്ന് പോട്ടെ വെക്കും. ഇല്ലേ? എന്നാല് ഈ ചായയില് ഒരു വണ്ടോ ഈച്ചയാണ് വീണതെന്നെങ്കിലോ നമ്മളത് സഹിക്കോ? ഇല്ലല്ലോ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഫിസിക്കൽ കണ്ടാമിനേഷനെ കുറിച്ചാണ്. അതായത് ഭൗതികമായ മാലിന്യങ്ങളെ. ഇതിനെ നമുക്ക് കണ്ണിന് കാണാവുന്ന ശത്രുക്കൾ എന്ന് വിളിച്ചാലോ? അങ്ങനെ വിളിക്കാല്ലേ? അതെന്താ അങ്ങനെ വിളിക്കണത്? ഭൗതികമായ മാലിന്യങ്ങൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. എങ്ങനെയാണ്? ഭൗതികമായ മാലിന്യങ്ങളെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ കണ്ണിന് കാണാവുന്ന ശത്രുക്കൾ എന്ന് വിളിക്കുന്നത്. ഭക്ഷണത്തിൽ ചേരുന്ന അനാവശ്യമായ വസ്തുക്കളാണിവ. എങ്ങനെയാണ്? ഭക്ഷണത്തിൽ വന്നു ചേരുന്ന അനാവശ്യമായ വസ്തുക്കളാണ് ഫിസിക്കൽ കണ്ടാമിനേഷൻ, അതായത് ഭൗതികമായ മാലിന്യങ്ങൾ. ഇവക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? മുടിയാണ്. മുടി വളരെ ഇമ്പോർട്ടന്റ് ആയതാണ്. അതെന്തുകൊണ്ടാണ്? ഈ പാചകക്കാരൻ വലിയ സ്റ്റൈലാക്കി ഹെയർ ഒക്കെ നല്ല സെറ്റ് ചെയ്ത് കണ്ട് പാചകം ചെയ്താല് ഈ ഭക്ഷണത്തിലേക്ക് മുടി വീഴാനുള്ള സാധ്യതയുണ്ട്. മുടി വീണ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, കസ്റ്റമേഴ്സ് കംപ്ലൈന്റ് ചെയ്യും. അതുകൊണ്ടാണ് മുടി ഉദാഹരണമായിട്ട് പറയുന്നത്. പിന്നെ നഖം, പ്ലാസ്റ്റിക് കഷ്ണങ്ങള്, നൂല്, കല്ല്, മണ്ണ്, പാറ്റ, ഈച്ച തുടങ്ങിയ ജീവികൾ, ഇവയൊക്കെ ഫിസിക്കൽ കണ്ടാമിനേഷന് ഉദാഹരണങ്ങളാണ്. എന്തൊക്കെയാണ് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഫിസിക്കൽ കണ്ടാമിനേഷന് ഉദാഹരണം മുടി, നഖം, പ്ലാസ്റ്റിക് കഷ്ണങ്ങള്, നൂല്, കല്ല്, മണ്ണ്, പാറ്റ, ഈച്ച തുടങ്ങിയ ജീവികൾ, ഇവയൊക്കെ ഫിസിക്കൽ കണ്ടാമിനേഷന്, ഭൗതികമായ മാലിന്യങ്ങൾക്ക് ഉദാഹരണമാണ്. ഇവയൊക്കെ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കൂലേ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇങ്ങോട്ട് പറഞ്ഞത് കണ്ണിന് കാണാവുന്ന ശത്രുക്കൾ എന്ന് വിളിക്കാമെന്ന്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഫിസിക്കൽ കണ്ടാമിനേഷന്റെ ഉദാഹരണങ്ങളെ കുറിച്ച് പഠിച്ചില്ലേ? ഇനി നമുക്ക് ഫിസിക്കൽ കണ്ടാമിനേഷൻ, അതായത് ഭൗതിക മാലിന്യങ്ങൾ ചേർന്ന ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ എന്താ പറ്റുക, നമുക്ക് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, നമുക്ക് നോക്കാതെ. ആരോഗ്യ പ്രശ്നങ്ങളായി വരുന്നത് വായിൽ മുറിവുകൾ ഉണ്ടാവും, പല്ലുകൾ പൊട്ടാൻ തുടങ്ങും, ശ്വാസം മുട്ടൽ ഉണ്ടാകും. എന്തൊക്കെയാണ്? വായിൽ മുറിവുകൾ ഉണ്ടാവും, പല്ലുകൾ പൊട്ടും, ശ്വാസം മുട്ടലും ഉണ്ടാവും. ഭൗതിക മാലിന്യം നമ്മളെ ശരീരത്തിൽ കടന്നാലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് ഒന്നും കൂടി മനസ്സിലാവണ രൂപേണ പറഞ്ഞുതരാം. നമ്മളൊക്കെ മലയാളികളല്ലേ, നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ അറിയുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. ബിരിയാണിയിൽ ഏലക്ക കടിക്കുമ്പോഴുള്ള സങ്കടം നമുക്കറിയാലോ. ഇല്ലേ? നമുക്ക് ഒരുമാതിരി ഒരു ചവർപ്പും ഒരു കയ്പൊക്കെ തോന്നൂലേ? എന്നാൽ ഈ ബിരിയാണിയിൽ ഒരു സ്ക്രൂ ആണ് കടിക്കുന്നതെങ്കിലോ എന്തായിക്കാര അവസ്ഥ? അതൊരു ഫിസിക്കൽ അപകടമായി മാറൂലേ? അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ? അപ്പൊ ഇതിനുള്ള പ്രതിവിധി എന്താണ്? തൊപ്പി വെക്കുക. ഓക്കെ? ഇതിനുള്ളൊരു സൊല്യൂഷനാണ് തൊപ്പി വെക്കുക. മുടിയൊക്കെ മറച്ച് നല്ല വൃത്തിയിൽ പാകം ചെയ്യുക. അതാകുമ്പോൾ മുടിയൊന്നും കാണൂലല്ലോ. പിന്നെ ഈ ആഭരണങ്ങൾ ഒഴിവാക്കുക, സാധനങ്ങളൊക്കെ അരിക്കുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഫിസിക്കൽ കണ്ടാമിനേഷൻ കുറേയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കെമിക്കൽ കണ്ടാമിനേഷൻ ആണ്. അതായത് രാസപരമായ മാലിന്യങ്ങൾ. ഇതിനെ നമുക്ക് കാണാൻ പറ്റാത്ത വിഷം എന്ന് വിളിക്കാം. അതായത് കെമിക്കൽ കണ്ടാമിനേഷൻ, രാസപരമായ മാലിന്യം ഭക്ഷണത്തിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കൂലല്ലോ. അതുകൊണ്ടാണ് ഇതിനെ കാണാൻ പറ്റാത്ത വിഷം എന്ന് വിളിക്കുന്നത്. ഇത് വളരെ അപകടകാരിയാണ്. ഓക്കെ? ഇതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്?
ക്ലീനിങ് ലിക്വിഡുകൾ. ക്ലീനിങ് ലിക്വിഡുകൾ എന്ന് വെച്ചാല് സോപ്പ്, ബ്ലീച്ചിങ് പൗഡർ ഇതൊക്കെ ഇതിൽ വരും. പിന്നെ കീടനാശിനികള്, ഭക്ഷണത്തിൽ ചേർക്കുന്ന അമിതമായ നിറങ്ങള്, തുരുമ്പിച്ച പാത്രങ്ങളിൽ നിന്നുള്ള ലോഹങ്ങള്, ഇവയൊക്കെ കെമിക്കൽ കണ്ടാമിനേഷന് ഉദാഹരണമാണ്. അതായത് ഒന്നും കൂടി ഞാൻ വിശദീകരിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഈ ചിക്കൻ ഫ്രൈക്കൊക്കെ നല്ല മണം വരാൻ വേണ്ടി നമ്മൾ ആരും സെന്റ് ഒന്നും അടിക്കൂലല്ലോ, ഇല്ലല്ലോ. അതുപോലെയാണ് പാത്രം കഴുകണ സോപ്പ് ഭക്ഷണത്തിൽ കലരുന്നത്. അതെന്താവുക, വയറിന് ഭയങ്കരമായ അപകടമല്ലേ വരുത്തി വെക്കുന്നത്. അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ്? കെമിക്കലുകൾ ഭക്ഷണത്തിൽ നിന്നും മാറി സൂക്ഷിക്കുക. എന്താണ് കെമിക്കലുകൾ ഭക്ഷണത്തിൽ നിന്നും മാറി സൂക്ഷിക്കുക. പാത്രങ്ങൾ നന്നായി കഴുകുക. ഓക്കെ, അംഗീകൃത നിറങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതൊന്നും കൂടി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞുതരാം. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് ഷോർട്ടാക്കി കാണാനാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇത് ഒന്നും കൂടി ക്ലിയർ ആയിക്കാണ് പറഞ്ഞുതരാം. ഓക്കെ, രാസഭക്ഷ്യ മലിനീകരണം എന്നാല് രാസമാലിന്യങ്ങൾ ഭക്ഷണത്തിൽ കലരുന്നത് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് രാസഭക്ഷ്യ മലിനീകരണം എന്ന് പറയുന്നത്. എന്താണ്? രാസമാലിന്യങ്ങൾ ഭക്ഷണത്തിൽ കലരുന്നത് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് രാസഭക്ഷ്യ മലിനീകരണം എന്ന് പറയുന്നത്. അതായത് കെമിക്കൽ കണ്ടാമിനേഷൻ. ഇത് 2 തരത്തിലാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണത്? ഒന്ന് അബദ്ധവശാൽ സംഭവിക്കുന്നതും, 2 അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതും. അബദ്ധവശാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ക്ലീനിങ് ഏജന്റുകള്, കീടനാശിനികള്, മെഷീൻ ഓയിലുകള് എന്നിവയൊക്കെ അബദ്ധവശാൽ സംഭവിക്കുന്നതാണ്. ഓക്കെ അല്ലേ? എന്തൊക്കെയാണ്? ക്ലീനിങ് ഏജന്റുകള്, കീടനാശിനികള്, മെഷീൻ ഓയിലുകള് എന്നിവയൊക്കെ അബദ്ധവശാൽ സംഭവിക്കുന്നതാണ്. ഇനി അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഭക്ഷണത്തിൽ ചേർക്കുന്ന അഡിറ്റീവുകൾ, അതായത് നിറത്തിനും രുചിക്കും മണത്തിനൊക്കെ വേണ്ടി ഫുഡ് അഡിറ്റീവുകൾ ചേർക്കും. അത് നിശ്ചിത അളവിൽ കൂടുതലായാലാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മൾ ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ കണ്ടാൽ നമ്മൾ കൂടുതലായും കഴിക്കും. കാരണം എന്താണ്? അതിന് നല്ല മണമുണ്ട്, നല്ല നിറമുണ്ട്. പക്ഷെ അസുഖം പിന്നീടായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇതിൽ ഫുഡ് അഡിറ്റീവുകൾ ചേർക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് നിശ്ചിത അളവിൽ കൂടുതലായാല് ഇതിന് ഭയങ്കര അപകടമാണ്. അപ്പൊ അതാണ് കെമിക്കൽ കണ്ടാമിനേഷൻ ഉദാഹരണമായി പറയുന്നത്. അപ്പൊ ഇതുമൂലം എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഇത് ക്യാൻസർ പോലുള്ള വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് കാരണമാകും. എങ്ങനെയാണ്? നമ്മള് നിറവും രുചിയും ഒക്കെ കണ്ടുതന്നെ നമ്മൾ കുറേ കഴിക്കുന്നുണ്ട് ഫുഡുകള്. പക്ഷെ നമുക്ക് വിട്ടുമാറാത്ത രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള വിട്ടുമാറാത്ത വലിയ രോഗങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ ഫുഡ് അഡിറ്റീവുകളൊക്കെ ചേർത്തിരുന്നു എന്നുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാസവസ്തുക്കൾ അവിടെ യഥാർത്ഥ പാത്രങ്ങളിൽ മാത്രം സൂക്ഷിക്കുക. എങ്ങനെയാണ്? രാസവസ്തുക്കൾ അവയുടെ യഥാർത്ഥ പാത്രങ്ങളിൽ മാത്രം സൂക്ഷിക്കുക. നമ്മൾ ഈ ഫുഡ് വിളമ്പുന്ന പാത്രങ്ങളിലൊക്കെ രാസവസ്തുക്കൾ സൂക്ഷിച്ചാൽ എന്താണ്? അത് ഭക്ഷണത്തിലേക്ക് കലരല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് രാസവസ്തുക്കൾ അവയുടെ യഥാർത്ഥ പാത്രങ്ങളിൽ മാത്രം സൂക്ഷിക്കുക എന്നുള്ളത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? പഴയ ഡിറ്റർജന്റ് പാത്രങ്ങളിൽ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഒരിക്കലും ഉപയോഗിക്കരുത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് വറുത്ത എണ്ണകൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നത്. ഓക്കെ, വറുത്ത എണ്ണകൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് മാരകമായ അസുഖങ്ങൾക്കാണ് കാരണമാകുന്നത്. അപ്പൊ അതും ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഫിസിക്കൽ കണ്ടാമിനേഷനെ കുറിച്ചും കെമിക്കൽ കണ്ടാമിനേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? അത് മനസ്സിലായില്ലേ? ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഭൗതികം, കെമിക്കൽ എന്ന് പറഞ്ഞാൽ രാസം. ഓക്കെ, മാറിപ്പോരുത്. പിന്നെ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചത് മൈക്രോബിയൽ മലിനീകരണമായിരുന്നു. അപ്പം മൈക്രോബിയൽ കണ്ടാമിനേഷനും ഫിസിക്കൽ കണ്ടാമിനേഷനും കെമിക്കൽ കണ്ടാമിനേഷനും മൂന്നും പ്രധാനപ്പെട്ടതാണ്. മാറിപ്പോകാതെ നോക്കണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് വേണം നോക്കാൻ. ഓക്കെ, അപ്പം ഇത്രയും പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായില്ലേ? പിന്നെ ഫിസിക്കൽ കണ്ടാമിനേഷൻ്റെയും കെമിക്കൽ കണ്ടാമിനേഷൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ അടുത്ത പാർട്ടിൽ ഇടാം. ഓക്കെ.